നമുക്കൊരു ശരാശരി റൊണാൾഡോ ഫാന്റെ ഈ വേൾഡ് കപ്പിലെ ഒരു ജേണി ഒന്ന് കണ്ടാലോ. അതിനായി ഞാൻ തിരഞ്ഞെടുത്തത് ഈ പുള്ളിക്കാരനെയാണ്. ഓൽക്ക് ഇതുവരെ എതിരായിട്ട് കിട്ടിയത് എന്ന് പറഞ്ഞാല് KRS കാലിക്കറ്റ്, മെഡിഗാഡ് അരീക്കോട്, ടൗൺ ടീം മുത്താലം, KPC തോട്ടുമുക്കം, അമീഗോസ് നീലേശ്വരം ഇമാതിരി ടീമിന്. ഓക്കെ, ഞാൻ സമ്മതിച്ചു. ഈ വേൾഡ് കപ്പിൽ അർജന്റീനയ്ക്ക് ഓപ്പോസിറ്റ് വന്ന എല്ലാ ടീമുകളും പഞ്ചായത്ത് ടീമിന് തുല്യമായിരുന്നു. പക്ഷെ ഈ ഒരു കളി കഴിഞ്ഞപ്പോൾ താങ്കൾ ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞേ. ലോക രാജാക്കന്മാരായ മെസ്സിയൻ ടീമിനെയും 120 മിനിറ്റ് ഗ്രൗണ്ടിലിട്ട് ഇട്ര വരപ്പിച്ച് വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനും വലിയ വിജയം എനിക്ക് കിട്ടാനില്ല. നിങ്ങളുടെ അണ്ണനെ നോക്കൌട്ട് ചെയ്ത് ഇന്നിപ്പോ ഫൈനലിൽ വന്നെത്തിക്കുന്ന സ്പെയിന് ഈ വേൾഡ് കപ്പിൽ ആകെ ഒരു ടീമിനെ മാത്രം ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് കാബോ വെർദെ. ഇന്ന് നടക്കുന്ന അർജന്റീന FC കാരപ്പറമ്പ് മത്സരത്തിൽ ഒരു 10 മിനിറ്റിൽ 3 ഗോളൊന്നും അടിച്ചിട്ട് ജയിക്കാൻ പറ്റൂല എന്നും വിചാരിച്ചിട്ട് ഞാൻ കളി ഓഫാക്കി കടന്നുറങ്ങി. ഓബിയസ്ലി 78ാമത്തെ മിനിറ്റ് വരെ അത് ശക്തമായ ടീം ആയിരുന്നു. പിന്നെ എന്ത് പറ്റി? ഇപ്പൊ എണീച്ച് നോക്കുമ്പോ 2-3. ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴല്ലേ മനസ്സിലായത് അർജന്റീന റെഫറിയെ കൂട്ടുപിടിച്ചിട്ട് ഓല് 12 ആൾക്കാർ കൂടിയാണ് നമ്മളെ ഈജിപ്തിനെ തോൽപ്പിച്ചത്. അതെ, ഇവൻ അന്വേഷിച്ചത് പറങ്കിപ്പട അണ്ടിമുക്ക് ശാഖയിലായിരിക്കും. കളി തുടങ്ങിയ സെക്കൻഡ് മുതൽ മനസ്സിൽ ഒരൊറ്റ പ്രാർത്ഥനയുള്ള ഇനി പഠിച്ചോനെ 6 ഗോൾ അടിച്ചാലും ആ മെസ്സിനെ കൊണ്ട് ഒരു ഗോൾ പോലും അടുപ്പിക്കരുത്. സ്വാഭാവികം. കാരണം അടിച്ചു കഴിഞ്ഞാല് വാട്സപ്പ് ഗ്രൂപ്പും ഇൻസ്റ്റഗ്രാമും പിന്നെ തുറക്കാൻ പറ്റൂലേ. ഇവൻ ഈ പറഞ്ഞ അതേ കാര്യം നിങ്ങളൊന്ന് തിരിച്ചാലോചിച്ച് നോക്കിയേ. ഉസ്ബെക്കിസ്ഥാന്റെ ഗോളി പോസ്റ്റിലേക്ക് ഓരോ ബോളും തുളച്ചു കയറുന്ന സമയത്ത് മനസ്സിൽ ഒറ്റ ചിന്തയല്ല ഇനി അർജന്റീന ഫാൻസിനുള്ള മറുപടി ഏത് രീതിയിൽ കൊടുക്കണം എന്നുള്ളത്. കാരണം ഒരു ഉറുപ്പ്യന്റെ ആട്ടം ഓൾക്ക് കൂടുതലായി. നിങ്ങളുടെ ടീമിൽ വേറെ ആരുമില്ല മെസ്സി അല്ലാതെ. മെസ്സി മാത്രമേ ഉള്ളൂ ഗോൾ അടിക്കാൻ. കളിയിൽ 3 എണ്ണം അടിച്ചാണ്. ഇനി അഥവാ അവൻ ഗോൾ അടിച്ചില്ലെങ്കിലോ ടീം തോൽക്കുകയും ചെയ്യും. എന്നിട്ട് തോറ്റാ മനഃപൂർവ്വം ഫസ്റ്റ് ഹാഫിൽ ഇറങ്ങാണ്ടെന്ന് പിള്ളേരെ കൊണ്ട് 2 ഗോൾ അടിപ്പിച്ചു. എന്നിട്ട് സെക്കൻഡ് ഹാഫിൽ മെസ്സി ഇറങ്ങിയിട്ട് ഓന്റെ ഭാഗം ഒരു ഗോളും. അത് ശരി. സോ നമ്മൾ ഇതുവരെ കണ്ടത് ഒരു ശരാശരി റൊണാൾഡോ ഫാനിന്റെ മെസ്സി വിരുദ്ധതയാണ്. ഇനി നമുക്ക് അണ്ണം പാസം കാണാം. കളി 1 കഴിഞ്ഞിട്ടല്ലോ, തോറ്റിട്ടൊന്നുമില്ലല്ലോ, അതും സമനിലയിലല്ലേ. അപ്പോഴത്തേനും അണ്ണനില്ലാത്ത കുറ്റങ്ങളില്ല, ടീമിനില്ലാത്ത കുറവുകളില്ല. മെസ്സി ഗോൾ അടിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കുറ്റം പറയുമ്പോൾ പഠിച്ചോനെ 6 ഗോൾ അടിച്ചാലും ആ മെസ്സിനെ കൊണ്ട് ഒരു ഗോൾ പോലും അടിപ്പിക്കരുത്. ഓബിയസ്ലി റൊണാൾഡോ ഗോൾ അടിക്കാത്തപ്പോ നമ്മൾ കുറ്റം പറയുമല്ലോ. ഇന്ന് കൊളംബിയക്കെതിരെയുള്ള മത്സരത്തിൽ നമ്മൾ അണ്ണന്റെ കാൽമന്ന് ഇമ്മാതിരി പഠിപ്പിക്കല് നമുക്ക് കാണാൻ പറ്റും. ശരി, എന്നിട്ട് ഇപ്പൊ അടച്ചാ ശക്തരായ ഞങ്ങൾ പോർച്ചുഗലിനെ കൊളംബിയ സമനിലെ തളച്ചു കളഞ്ഞു. നമ്മൾ അണ്ണൻ തന്നെ ഒരു ബൈസിക്കിളിന് ശ്രമിച്ച സമയത്ത് കൊളംബിയക്കാര് അണ്ണന്റെ ഊരമ്മൽ ചെറുതായിട്ടൊന്ന് കണ്ണു വെച്ചതാ. എന്തെങ്കിലും ഒന്ന് പറ്റിച്ചു കഴിഞ്ഞാൽ അത് അണ്ണന്റെ ഫൈനലത്തെ കളിക്ക് ബാധിക്കുമെന്നുള്ള പൂർണ്ണ ബോധം അണ്ണനുള്ളതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഒതുങ്ങി കളിച്ചതാ. ഇന്നത്തെ സ്പെയിൻ പോർച്ചുഗൽ മത്സരത്തിൽ പോർച്ചുഗൽ തോറ്റ് പുറത്തു പോകണമെന്ന് സ്പെയിനുകാരേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ബ്രസീൽ ഫാൻസ് ആയിരിക്കും. നീ അവരെ ചെറിയ മുന്നി പ്രാക്കൊന്നും അല്ലല്ലോ പ്രായത്, പിന്നെ ചെയ്യാതിരിക്കും അവര്. നിങ്ങൾ മുട്ടി പ്രാർത്ഥിച്ചോളി എങ്ങനെങ്കിലും ഒന്ന് ജയിച്ചു കിട്ടാൻ വേണ്ടി. ചെറിയൊരു കയ്യപ്പതം നാറ്റിക്കരുത്. ഈ വരുന്ന സ്കോട്ട്ലാൻഡിനെതിരെങ്കിലും ഓനോട് ഗോൾ അടിച്ചിട്ടില്ലെങ്കിലും ഒരു 4 റൗണ്ട് ഗ്രൗണ്ടിന് ചുറ്റും ഓടാൻ പറയും. നാളെ കട്ടൌട്ടിന്റെ പൈസയൊക്കെ മുതലാവും. എതിരില്ലാത്ത 3 ഗോളിന് സ്കോട്ട്ലാൻഡിനെ 8ാം നിലയിൽ നിന്ന് താഴോട്ടം കിട്ടും ബ്രസീൽ. എടാ നീ എവിടെങ്കിലും ഒന്ന് ഉറച്ചു നിക്കടേ. നമ്മൾ റൊണാൾഡോ അണ്ണനും സുൽത്താനും ഒക്കെ പടിയിറങ്ങിയ സ്ഥിതിക്ക് നമ്മുടെ അണ്ണനും ട്രാക്ക് മാറ്റി പിടിച്ച്. ഗ്യാലറിയും ഗ്രൗണ്ടും ഞങ്ങൾക്ക് എതിരാണെങ്കിലും ഫിഫ റെഫറിയൊക്കെ ഞങ്ങളെ കയ്യിൽ തന്നെ. ഇവന്റെ അണ്ണന് കളിച്ച് ജയിക്കാനും കഴിവില്ല, കാശ് കൊടുത്ത് ജയിക്കാനും കഴിവില്ല. അർജന്റീന ജയിക്കും എന്നുള്ള വ്യാമോഹത്തിൽ കളി കാണാൻ പോണ ഓരോ ആരാധകരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒടുങ്ങാക്കാട്ടുക്കൊരു യാസീൻ ഓതിരി ദുആയിരുന്നുള്ളൂ. എന്റെ പൊന്നു ബ്രോ, ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഫൈനലിൽ പോകും. തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ മാന്യ സദസ്സിന് വന്ദനം. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരു കളിയാകുമ്പോ ചെയ്യും തോൽവിയൊക്കെ ഉണ്ടാവും. ഞാൻ എന്റെ അഭിപ്രായം പുള്ളിയിലൂടെ പറഞ്ഞു. നിങ്ങൾ റിയൽ പോർച്ചുഗൽ ഫാൻ ആണെങ്കിൽ ഈ കാണുന്ന അക്കൗണ്ട് ഫോളോ ചെയ്യും.